بالعالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ജീവിതം 60-70 കൊല്ലക്കാലം, ഇനി അതപ്പുറത്തേക്കാണെങ്കിലും അല്ലാഹു നിശ്ചയിച്ച അവധി വരെ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറക്കാതെ അവനെ ഓർത്തുകൊണ്ട് അവൻ നിശ്ചയിച്ചിട്ടുള്ള പരലോക രക്ഷയ്ക്കു വേണ്ടി അധ്വാനിക്കുന്നിടത്ത് പരാജയപ്പെടാത്തവരായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒന്നാണ് മരണം എന്ന യാഥാർത്ഥ്യം. ഏത് സമയത്തും ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകേണ്ടവനാണ് മനുഷ്യൻ. ലോകത്തുള്ള സകല വസ്തുക്കളും മരിക്കാത്തവരായി ഭൂമിയിൽ ആരുമില്ല എന്ന് തന്നെയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെയുള്ള എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മരണം എന്ന പ്രതിഭാസത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അഹങ്കരിച്ചു നിൽക്കാനോ വാശി പിടിക്കാനോ ഒരാൾക്കും സാധ്യമല്ലാത്ത ഒന്നാണ് മരണം. ഇന്ന് തന്റെ എല്ലാ സമ്പത്തും അധികാരങ്ങളും സ്ഥാനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി എല്ലാ രംഗങ്ങളിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള മലക്കുൽ മൗത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരാൾക്കും കുതറിയോടാൻ സാധ്യമല്ലെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ ജുമുഅയുടെ 28-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം മനുഷ്യനോട്, ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും,
അവരോട് പറയണം നബിയെ, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ മനുഷ്യൻ ഓടിയകലുന്നത്, ഏത് കോട്ടക്കൊത്തളങ്ങളിൽ ചെന്ന് ഒളിച്ചാലും ശരി മരണം അവനെ പിടികൂടുമെന്ന് അവനെ ഓർമ്മപ്പെടുത്തൂ നബിയെ, അവന് പഠിപ്പിച്ചു കൊടുക്കൂ നബിയെ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എത്രയെത്ര ആളുകളാണ് നമ്മളിൽ നിന്ന് യാത്രയായി പോയത്. ഇന്ന് ഞാനിവിടെ വന്നപ്പോ ഒരു സഹോദരിയുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠത്തിയുടെ നമ്മുടെയൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിന്റെ വീതിയിലുള്ള ഒരു സഹോദരിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ മരണപ്പെട്ടൊരു വാർത്ത കേട്ടു. കുഴപ്പമില്ലാതിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് പോയി മരണം എന്ന യാഥാർത്ഥ്യം പ്രതിഭാസം അയാളെ പിടികൂടുന്ന രംഗം. വ്യത്യസ്തമായ പേരുകളിൽ മരണത്തെ നമ്മൾ വിളിച്ചേക്കാം. മരണം ഒന്നാണ്, പക്ഷേ പേരുകൾ നമ്മൾ നിശ്ചയിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് പല രൂപങ്ങളിലും മരണത്തിന്റെ പേരുകൾ കടന്നു വരാം. സൈലന്റ് അറ്റാക്ക് എന്ന പേര് മരണത്തിന് വിളിക്കാം, അതേ അറ്റാക്ക് എന്ന പേരിൽ മരണത്തെ വിളിക്കാം. ആള് ആക്സിഡന്റിലാണ് മരിച്ചതെന്ന് പറഞ്ഞേക്കാം, ഒരു കുഴപ്പമില്ലായിരുന്നു, നിൽക്കുന്നതിനിടയിൽ ആള് തളർന്നു വീണതാണ് എന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ മരണമെന്ന ആ ഒരു ഒന്നിനെ നമ്മൾ വിളിക്കാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഏത് രൂപത്തിൽ നമ്മുടെ മരണം നമ്മളിലേക്ക് കടന്നു വന്നാലും അത് ഈ ദുനിയാവിനോടുള്ള അന്ത്യസമയമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇവിടെ നിന്ന് വിട പറയാനുള്ള സമയമാണ്. അതോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല, അവിടെ നിങ്ങോട്ട് തുടങ്ങാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ ജീവിതം. പക്ഷേ വിശ്വാസരംഗത്ത് അബദ്ധങ്ങൾ സംഭവിച്ചവർ, പരാജയം പറ്റിയവർ ആ മരണാനന്തര ജീവിതത്തെയും മരണത്തെയും മറന്നുകളയുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വാക്ക് നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അക്സിറു ദിക്റ ഹാദിമിൽ ലദാത്തിൽ മൗത്ത്. അക്സിറു ദിക്ർ, മനുഷ്യ നീ ധാരാളം ഓർക്കണം, അധികരിച്ചു കൊണ്ടിരിക്കണം നീ ഈ ഓർമ്മകളെ. എന്തിനെ കുറിച്ച്? ഹാദിമിൽ ലദാത്തിൽ മൗത്ത്, എല്ലാ സ്വപ്നങ്ങളെയും മുറിച്ചു കളയുന്ന മരണം അത് നിന്നിലേക്ക് കടന്നു വരുമെന്ന ബോധം ഏത് നിമിഷവും നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന ഓർമ്മ നിന്റെ കൽബിലുണ്ടാവണം. ഈ ഓർമ്മ കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? ഈ ചിന്ത കൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ്? എപ്പോഴും മരണത്തെ ഓർത്ത് ജീവിച്ചാൽ, സഹോദരങ്ങളെ, വാഹനം ഓടിച്ച് വേഗത്തിൽ ദ്രുതഗതിയിൽ നമ്മൾ ഓടുമ്പോൾ വാഹനത്തിൽ ഉറക്കം വരാതിരിക്കാൻ അല്ലെങ്കിൽ വാഹനത്തിൽ ഒരു സമാധാനം ലഭിക്കാൻ പല ആസ്വാദനങ്ങളും വാഹനത്തിൽ നമ്മൾ കണ്ടെത്താറുണ്ട്. കുടുംബരംഗത്ത് സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും വഴി അന്വേഷിച്ച് പല മാർഗങ്ങളും മനുഷ്യൻ അന്വേഷിക്കാറും പോകാറുമുണ്ട്. സമാധാനത്തിന്റെ സ്വസ്ഥതയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, സഹോദരങ്ങളെ, ഹലാലും ഹറാമും നോക്കാതെയുള്ള മനുഷ്യന്റെ വെപ്രാളം പിടിച്ച ഓട്ടം, ആ ഓട്ടം തീർന്നു പോകുന്ന ഒരു നിമിഷമാണ് മരണം എന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് കടന്നു വരുന്ന സെക്കൻഡ്. ഖുർആൻ അതിനെ വിളിച്ചത്, ഖുർആൻ അതിനെ പഠിപ്പിച്ചു തന്നത് അജലിയെത്തുന്ന ദിവസം എന്നാണ്. സുമ്മ ഖദാ അജലൻ, മനുഷ്യനൊരവധിയുണ്ട്, ഒരജലുണ്ട്. ആ അജൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. ഖുർആൻ പല രൂപത്തിൽ, ഖുർആൻ പല ശൈലികളിൽ ഇതിനെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. സഹോദരങ്ങളെ, എല്ലാ ചിന്താഗതികളും എല്ലാ മുൻധാരണകളും ഇന്ന് രാവിലെ സുബഹിന്റെ നേരത്തെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പിക്ചറുണ്ട്. നാളെ രാവിലെ ഞാൻ ആരാവണം, നാളെ എന്തൊക്കെ ചെയ്യണം, രാത്രി കിടന്നുറങ്ങുമ്പോ നാളെ നേരം വെളുത്താൽ എനിക്ക് ചെയ്യേണ്ട പണികളെ കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ട്. അതെല്ലാം നടക്കുമോ? രാവിലെ കട്ടിൽ പിടിച്ചിളക്കുമ്പോ കട്ടിലിന്റെ കൂടെ ഇളകുന്ന ഒരു ജഡമായി നമ്മൾ മാറിയേക്കാം. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഈ ജീവിതം ഇങ്ങനെ ആടിത്തിമിർത്തും ആഹ്ലാദിച്ചും സന്തോഷിച്ചും സുഖദുഃഖങ്ങൾ സമ്മിശ്രമായി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ, സഹോദരങ്ങളെ, പലപ്പോഴും ഹറാമ് നോക്കാറില്ല, പലപ്പോഴും ഹലാലുകൾ അന്വേഷിക്കാറില്ല. അല്ല വെറുത്തതാണോ അല്ല ഇഷ്ടപ്പെടുന്നതാണോ നോക്കാറില്ല. ഇബാദത്തിന്റെ കാര്യത്തിൽ പോലും
ശ്രദ്ധയില്ലാത്തവരായി മാറുന്നു. അള്ളാഹ്ക്ക് ശിർക്ക് വെക്കുന്നതിൽ, പങ്കു ചേർക്കുന്നതിൽ മനുഷ്യൻ ദീന് പഠിക്കാതെ വലിയ 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 പാപങ്ങൾ ജീവിതത്തിൽ പേറുന്നവനായി മനുഷ്യൻ മാറുന്നു. എല്ലാ നിലക്കും ഇന്നത്തെ കാലത്ത് ഈ ഫുട്ബോളിന്റെയും അതേപോലെ തന്നെ വേൾഡ് കപ്പിന്റെയും ഒക്കെ ത്രില്ലിലാണ് മനുഷ്യന്റെ ജീവിതം. ഈ ത്രില്ലിന്റെ പിന്നാലെ പോകുമ്പോ ലഹരിയുടെ പിന്നാലെയാണ് പലരും. ഈ ത്രില്ലിന്റെ പിന്നാലെ പോയി പല ഇസ്ലാമിനോട് യോജിക്കാത്ത പ്രവർത്തനങ്ങളും ചെയ്യുന്നു. വലിയ വലിയ ഭീമൻ ഫ്ലെക്സുകൾ കെട്ടി അതൊരാഹ്ലാദമായി കണ്ട് സമ്പത്തിന് ദൂർത്തടിക്കുന്ന യുവതലമുറ ഒരു ഭാഗത്ത്. ഇങ്ങനെ എല്ലാവിധ തോന്നിവാസങ്ങളും ജീവിതത്തിലേക്ക് വലിച്ചു കൂട്ടുമ്പോ പള്ളിമിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളമുണ്ടാകുമ്പോഴാ ഒരു സെക്കൻഡ് അള്ളാന്റെ ഭവനത്തിലേക്ക് ഞാനൊന്ന് പോയി ഒരു 5 മിനിറ്റ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തു വരാമെന്ന് ചിന്തിക്കിടത്ത്, ആ ചിന്തിക്കുന്നിടത്ത് നിന്ന് മനുഷ്യൻ പിന്നോക്കം പോകാൻ, മനുഷ്യൻ പിന്നാലെ പോകാൻ. അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ, അള്ളാന്റെ മാർഗത്തിൽ ശരീരം ചെലവഴിക്കുന്നതിൽ, അള്ളാന്റെ മാർഗത്തിൽ സമയം വിനിയോഗിക്കുന്നതിൽ ഇന്ന് പലർക്കും താല്പര്യമില്ലാതെയാകുന്ന കാലം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങൾ, അതൊക്കെ ദുനിയാവിനോടുള്ള ഹുബ്ബിന്റെ പിന്നാലെയാണ്. അതേ ബൽ തുഗ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ബൽ തുഗ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ഈ ക്ഷണികമായ ജീവിതം, ഇതിനെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്, ഇതിനെയാണ് മനുഷ്യൻ ആഹ്ലാദമായി കാണുന്നത്. എന്നാൽ ഖുർആൻ പറഞ്ഞത് വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. എന്നാൽ മനുഷ്യനോട് ഖുർആൻ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഈ ദുനിയാവല്ല നിങ്ങൾക്ക് പ്രാധാന്യം, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. ആഖിറമാണ്, പരലോകമാണ് നിങ്ങൾക്ക് ബാക്കിയാകുന്നതും ഖൈറായതുമതാണ്, ഉത്തമമായതുമതാണ്. സ്വർഗമെന്ന സ്ഥാനം നേടുന്നതിനേക്കാൾ വലിയ ഖൈറ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറെ ഇല്ല. സഹോദരങ്ങളെ, ആടിത്തിമിർത്ത് ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന വാക്ക് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അതേ അവരിൽ ഒരാൾക്ക് മരണം, അവരിൽ ഒരാൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, അവരിൽ ചില മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറയാണ്, അവർ പറയും ഖാല റബ്ബിർജിഊൻ, അല്ലാഹുവേ ഒന്ന് മടക്കി തരുമോ റബ്ബേ, എന്റെ റൂഹിനെപ്പോ പിടിക്കല്ലേ അല്ലാ, എന്റെ സമയമൊന്ന് നീട്ടിത്തരുമോ റബ്ബേ എന്ന് മനുഷ്യൻ അല്ലാഹുവിനോട് വിലപിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ റബ്ബ് പറയാണ് ലഅല്ലി അഅമലു സ്വാലിഹൻ ബിമാ തറക്തു, പടച്ചോനെ എന്റെ റൂഹിനെപ്പോ പിടിക്കല്ലേ പടച്ചോനെ, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ഞാൻ ഹറാം ചെയ്തവനാണ്, ഞാൻ കള്ളു കുടിച്ചവനാണ്, ശിർക്ക് ചെയ്തവനാണ്, പലിശ ഇടപാടുകൾ നടത്തിയവനാണ്, ദുനിയാവിൽ സമ്പാദിക്കാൻ വേണ്ടി പലതും ഞാൻ വാരിക്കൂട്ടിയവനാണ്, ദുനിയാവിൽ ആഹ്ലാദത്തിന് വേണ്ടി പല നന്മകളെയും ഞാൻ ഒഴിവാക്കിയവനാണ്. അതുകൊണ്ട് റബ്ബേ ലഅല്ലി അഅമലു സ്വാലിഹൻ ബിമാ തറക്തു, എനിക്കൊന്ന് സമയം തരികയാണെങ്കിൽ ഞാൻ നന്നായി വന്നോളാ, ഞാൻ ഉപേക്ഷ വരുത്തിയതിന് ഞാൻ ചെയ്തു പോന്നോളാ, നഷ്ടപ്പെട്ട നിസ്കാരം ഞാൻ തിരിച്ചു നിസ്കരിച്ചോളാ, ഞാൻ നഷ്ടപ്പെടുത്തിയ നോമ്പുകൾ ഞാൻ നോറ്റുവീട്ടിക്കോളാം, ഞാൻ ചെയ്ത തിന്മകളെ ആ തിന്മകൾക്ക് തൗബ ചെയ്ത് ഞാൻ മടങ്ങിക്കോളാ. ലഅല്ലി അഅമലു സ്വാലിഹൻ ബിമാ തറക്തു. ആ സമയം നോക്കൂ, അല്ലാഹ് പറയുന്ന വാക്ക് കല്ലാ, വേണ്ട മനുഷ്യ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. തൊണ്ടയിലേക്ക് ജീവൻ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴേ, ഈ തൊണ്ടയുടെ അറ്റത്ത് വന്ന് ജീവൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മനുഷ്യൻ പറയുന്നത്, ദാ എനിക്ക് കുറച്ച് കാലം കൂടി നീട്ടിത്തരോ റബ്ബേ. അല്ലാഹ് പറയാണ് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇപ്പൊ നീ പറയണ വാക്കുണ്ടല്ലോ, ഇപ്പൊ നീ പറയണ വർത്താനുണ്ടല്ലോ, അത് വെറും വാക്കാണ്, അത് വെറുതെയാണ്. 60 വയസ്സ് വരെ നിനക്ക് ജീവിതം തന്നില്ലേ, 70 കൊല്ലക്കാലം നീ ജീവിച്ചില്ലേ, 80 കൊല്ലക്കാലം ജീവിച്ചില്ലേ, അതിനിടയ്ക്ക് അറ്റാക്കിന്റെ സൂചനകൾ വന്നില്ലേ, ഉണ്ടായി. അതെ, സ്ട്രോക്ക് വന്നില്ലേ, ഉണ്ടായി. വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് പെട്ടിട്ടും രക്തത്തിൽ കുളിച്ചു കിടന്നിട്ടും ഡോക്ടർമായി കൈമലർത്തിയിട്ടും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന രംഗങ്ങൾ പല മനുഷ്യർക്കും ഉണ്ടായിട്ടില്ലേ, ഉണ്ട്. പല പല മാറാ രോഗങ്ങൾ മനുഷ്യനെ പിടിപെട്ടില്ലേ, ഉണ്ട്. പല പ്രകൃതി ദുരന്തങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടില്ലേ, ഉണ്ട്. എന്നിട്ട് മരണത്തെ ഓർത്തോ? എന്നിട്ട് മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി അധ്വാനിച്ചോ? എന്നിട്ട് ജീവിതത്തെ ഒന്ന് മാറ്റണമെന്ന് ചിന്തിച്ചോ? എന്നിട്ട് തൗഹീദ് പഠിക്കണമെന്ന് മനുഷ്യൻ ആലോചിച്ചോ? ഇല്ല. അപ്പോഴൊന്നും ചിന്തിക്കാത്ത മനുഷ്യൻ തൊണ്ടയിലേക്ക് മരണം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അല്ലാഹുവോട് പറയാ, ഇന്നഹാ, നോക്കൂ നിങ്ങൾ, ലഅല്ലി അഅമലു സ്വാലിഹൻ ബിമാ തറക്തു,
ഒന്നുമില്ല, ഞാൻ തിരിച്ചു നന്നായിക്കോളാം അപ്പൊ പറഞ്ഞു നോക്കാൻ. അതുകൊണ്ട് റബ്ബ് പറഞ്ഞതൊക്കെല്ല വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, നിന്റെ വാക്ക് വെറും വാക്കാണ്. ഈ വർത്താനം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇന്ന് നിന്റെ അവസാനത്തെ ദിവസം, ഇന്ന് നീ പോകുന്ന ദിവസമാണ്. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എന്നിട്ട് ഖുർആൻ പറയാണ് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇനി നീ പോണത് എങ്ങോട്ടറിയോ? ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഇടയിലേക്കുള്ള ഒരു മറ, ഒരു ബർസഖ്, അതാണ് ഖബർ. അത് ഇനി മണ്ണിന്റെ അടിയിലാണെങ്കിലും അല്ലെങ്കിലും ആ ബർസഖിയായ ലോകം, അവിടെ വിചാരണ ഉണ്ട്, അവിടെ രക്ഷയുണ്ട്, അവിടെ ശിക്ഷയുണ്ട്. സഹോദരങ്ങളെ, അവിടെ നിന്ന് ബോധ്യപ്പെടും. ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയത്ത് തന്നെ അയാൾക്ക് മനസ്സിലാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയാൾ സ്വർഗത്തിലാണോ അയാൾ നരകത്തിലാണോ മരിക്കുമ്പോ തന്നെ ബോധ്യാകും. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ട് രൂപത്തിലുള്ള മരണം മനുഷ്യൻ അനുഭവിക്കും. രണ്ട് രൂപത്തിലുള്ള മരണത്തിന്റെ ശൈലികളെ ഖുർആനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു. തൊണ്ടയിലേക്ക് മരണമെത്തുമ്പോ ഒരു നഫ്സു ത്വയ്യിബാണെങ്കിൽ, ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ആ മനുഷ്യന്റെ മരണത്തിന്റെ ശൈലി വേറെയാണ്. കൂടെ നിൽക്കുന്നവർക്കറിയില്ല. മലക്ക് വരുന്നതും മലക്ക് സംസാരിക്കുന്നതും മലക്കിന്റെ പിടുത്തവും കൂടെ നിൽക്കുന്ന ആൾക്കറിയില്ല. പക്ഷേ മരണം വരിക്കുന്ന വ്യക്തിക്കറിയാം. മരണം വരിക്കുന്ന വ്യക്തിക്ക് ബോധ്യമാണ്, ഇതിന്റെ അവസാനമായി എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് നരകമാണോ സ്വർഗമാണോ എന്നവിടെ ബോധ്യമാവാൻ ആ രൂപത്തിലുള്ള പിടുത്തുന്ന ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ഖുർആൻ പറയുന്നുണ്ട്, അയാളെ വിളിക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, നല്ല മനുഷ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉഖ്റുജി, നീ പുറത്തു വാ, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗബിൻ, നോക്കൂ നിങ്ങൾ, നീ മടങ്ങിക്കോ, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, നല്ല ആത്മാവേ, ഒരു സമാധാനമുള്ള ആത്മാവേ, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വരിദ്വാന, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കും അല്ലാഹുവിന്റെ സമാധാനത്തിലേക്കും പാപമോചനത്തിലേക്കും നീ മടങ്ങിക്കോന്നാണ്. ആ തൃപ്തിയിലേക്ക് മടങ്ങാൻ മലക്കിങ്ങനെ ക്ഷണിക്കുന്ന സഹോദരങ്ങളെ, ആ ക്ഷണം അതിൽ നിന്ന് ബോധ്യമാകും അയാൾ എവിടെയാണ് എന്നുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒലിപ്പിച്ചാൽ എങ്ങനെ എത്ര ലോലമായി വരും, ആ രൂപത്തിൽ ആത്മാവിനെങ്ങനെ പറിച്ചെടുക്കും ശരീരത്തിൽ നിന്ന്. ആ സമയം വേദനകൾ കടിച്ചമർത്തുന്നവനായിരിക്കും മനുഷ്യൻ. നല്ലവനാണെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരത്ത് നമുക്ക് കാണാം, ഇന്നലിൽ മൗതി ലസഖറാത്ത്, ഐഷ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ടെന്ന് കരളിന്റെ കഷ്ണമായ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണത്തിന്റെ വേദന നമ്മൾ എല്ലാവരും അനുഭവിക്കാനുള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ആ പിടുത്തത്തിന്റെ ആ രംഗം ഖുർആൻ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? അന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്ക് വന്നിട്ട് വിളിക്കുന്നത് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇതേ നഫ്സുൽ ഖബീസാണെങ്കിൽ നിസ്കരിച്ചിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടുണ്ട്, ഹറാമകൾ ചെയ്തിട്ടുണ്ട്, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തോന്നിവാസങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഭൂമിയിൽ നിന്ന് വിട പറയുന്നതെങ്കിൽ അവന്റെ അടുക്കലേക്ക് കറുകറുത്ത മലക്കുകൾ ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ്, അതെ വൃത്തികെട്ട ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അല്ലാഹുവിന്റെ കോപത്തിലേക്കും അല്ലാഹുവിന്റെ ശാപത്തിലേക്കും നീ മടങ്ങി വാ എന്ന് മലക്കുകളെ വിളിക്കുന്ന ആ വിളിയെക്കുറിച്ച് ഖുർആനിൽ പഠിപ്പിക്കുന്നത് കാണാം. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ, ഒരു കാഫിറിന്റെ റൂഹിനെ പിടിക്കുന്ന രംഗം നബിയെ നീ കണ്ടിരുന്നുവെങ്കിൽ അതെങ്ങനെയെന്നറിയോ? യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മലക്കവന്റെ മുഖത്തടിക്കും, വഅദ്ബാറഹും അവന്റെ പിരടിയിൽ അടിക്കും. മലക്കിന്റെ അടിയവനുണ്ടാകും. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്,
കഠിനമായ വേദനയോടെ ശിക്ഷകൾ നൽകിയിട്ട് അവനെ പിടിക്കുന്ന ഈ മലക്കനെ കാണുമ്പോഴേക്ക് ഈ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിലേക്ക് ഉൾവലിഞ്ഞു പോകുന്ന നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിന്റെ കൊളുത്ത് വലിച്ചൂരുന്നത് പോലെ ഈ മനുഷ്യന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിഴുതെടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാൻ ഇതൊരു നഫ്സുൽ ഖബീസിന്റെ മരണമാണെങ്കിൽ ഇതിൽ ഏത് മരണം വരിക്കാൻ മാത്രമുള്ള പാകതയിലാണ് ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുള്ളത്? ഈ ചോദ്യത്തിനാണ് ഉത്തരം കാണേണ്ടത്. ഈ ചോദ്യത്തിനാണ് ഉത്തരം കാണേണ്ടത്. നമ്മുടെ വിശ്വാസം നന്നായിട്ടുണ്ടോ? നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കിയിട്ടുണ്ടോ? നമ്മുടെ നന്മകളിൽ മുഴുകി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, സമയം കൊണ്ട് ഒക്കെ അള്ളാന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്നിടത്ത് നമ്മൾ മുന്നിലുണ്ടോ നമ്മൾ പരിശോധിച്ചാൽ മതി. എല്ലാ ഹറാമും എല്ലാ തോന്നിവാസങ്ങളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഇങ്ങനെ മിക്സായി കിടക്കാണ് എങ്കിൽ സഹോദരങ്ങളെ, മരണരംഗം പരാജയത്തിലായി മാറും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിക്കല്ല, കണ്ട മനുഷ്യരെ, ഇദാ ബലഗത്തി തറാഖ്. ചില മനുഷ്യന്മാരങ്ങനെ അറിയും, തൊണ്ടയിലേക്ക് ജീവൻ ഇങ്ങനെ എത്തി നിൽക്കുമ്പോ അവർ പറയുന്ന വാക്കുണ്ട്, ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. ഒന്ന് മന്ത്രിക്കാൻ ആരാണുള്ളത്? ഒരു കലിമത്തു ഷഹാദ ചൊല്ലിത്തരാൻ ആരുണ്ട്? അന്ന് കുടുംബങ്ങളില്ല കൂടെ. എന്തേ? ജീവിച്ചിരിക്കുന്ന നല്ല കാലത്ത് ഉമ്മ നല്ലൊരു ഉമ്മയായി തന്റെ മരുമകളെ ചേർത്ത് നിർത്താൻ ഉമ്മാക്ക് കഴിഞ്ഞില്ല, വാപ്പാക്ക് കഴിഞ്ഞില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് മക്കളെയൊക്കെ അകറ്റി, ജേഷ്ഠാനുജന്മാരകറ്റി, കുടുംബങ്ങളൊക്കെ അകന്നാ ജീവിക്കണത്. തൊട്ടടുത്ത അയൽവാസിയോട് പോലും അതിരിന്റെ പേര് പറഞ്ഞ് തർക്കമുണ്ടാക്കി തെറ്റിയാണ് ജീവിക്കണത്. മരിക്കണ നേരത്ത് ഒരു നന്മ വാക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നടക്കുമോ? സഹോദരങ്ങളെ, ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തറിയോ? ആ സമയത്ത് കെലിമയ്ക്ക് ചൊല്ലിക്കൊടുത്താലും ചില മനുഷ്യരുടെ കർണപടങ്ങളിലേക്ക് അതുകൊണ്ട് എത്തൂല, ചൊല്ലാൻ അയാൾക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്തവർക്ക് അള്ളാഹു ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ന് മനുഷ്യന്മാർ പറയുന്ന വാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖീല മൻ റാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. കണങ്കാലും ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് കണ്ണുകൾ മേൽപോട്ട് ഇങ്ങനെ മറിഞ്ഞു നിന്നിട്ട് യാത്രയാകുന്ന നേരത്തെ വിചാരിക്കും, എന്റെ അമ്മാനൊന്ന് കണ്ടിരുന്നെങ്കിൽ, എന്റെ വാപ്പാനൊന്ന് കണ്ടിരുന്നെങ്കിൽ, എന്റെ ജേട്ടൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കൈ കൊടുക്കാമായിരുന്നു, ഒന്ന് പൊരുത്തപ്പെടിക്കാമായിരുന്നു, ഒന്ന് സലാം പറയാമായിരുന്നു. ഒരു ഫോൺ കോളിൽ സലാം പറഞ്ഞ് പുതുക്കേണ്ട ബന്ധം 25 കൊല്ലം ബന്ധം മുറിച്ച് ജീവിച്ച മനുഷ്യരുണ്ട് ഭൂമിയിലെ. എന്നിട്ട് മരിക്കണ നേരത്തെ ആഗ്രഹിക്കാണ് ജേട്ടതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അന്ന് കിട്ടിക്കൊള്ളുന്നില്ല, അന്ന് ബന്ധങ്ങൾ പുലർത്താൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിണങ്ങരുത് നിങ്ങൾ. വാശി വേണ്ട, അസൂയ വേണ്ട, കിബിറു വേണ്ട, അഹങ്കാരം വേണ്ട, ഒന്നും വേണ്ട. മനസ്സ് നന്നാക്കിയിട്ട് ജീവിച്ചോന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതെങ്കിൽ ആ രൂപത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കാം. റഹ്മാനായ റബ്ബ് ഈ ഒരു മരണചിന്തയോടുകൂടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മരണം വരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ വിലാപത്തെക്കുറിച്ചും ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ പരിശുദ്ധ ഖുർആനും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ട് മരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിടാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ ജീവിതകാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് ഉൾക്കൊള്ളാനും പഠിക്കാനും അയാൾക്ക് കഴിഞ്ഞിരിക്കണം. ഒരാളുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ മരണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് മരണത്തിന്റെ വെപ്രാളത്തെ, മരണത്തിന്റെ സന്ദർഭങ്ങളെ കുറിച്ച് സദാസമയവും ഓർക്കാൻ, എപ്പോഴും നല്ല പ്രതീക്ഷയോടെ, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ആളുകളായി മാറാൻ
നരകത്തെക്കുറിച്ചുള്ള ഭീതിയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തൗഫീക്ക് വേറല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവായ മനുഷ്യൻ മരണത്തിന്റെ വേദന അങ്ങനെ അനുഭവിച്ച് കിടക്കുമ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനെ സന്ദർശിക്കാൻ വേണ്ടി കയറി വന്നത്. അയാളുടെ അടുത്ത് വന്നിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്കിപ്പോ എന്ത് തോന്നുന്നു? ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, നിനക്ക് എന്താണ് തോന്നുന്നത്? നിനക്ക് പറയാൻ കഴിയോ? സമയത്ത് ആ ചെറുപ്പക്കാരൻ കണ്ണ് നിറച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിൽ ഇപ്പൊ വലിയൊരു പ്രതീക്ഷ തോന്നുന്നു റസൂലേ, എന്നാൽ എന്റെ മനസ്സിൽ ഒരു പേടിയും തോന്നുന്നു നബിയെ. ഒരു പേടിയുണ്ട്, ഒരു പ്രതീക്ഷയുമുണ്ട് നബിയെ. ഇത് കേട്ട ഉടനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളെ, ഈ രണ്ട് കാര്യം, മരണത്തിന്റെ വെപ്രാളത്തിന്റെ നേരത്ത് ഒരു മനുഷ്യന്റെ കൽബിൽ ഈ രണ്ട് കാര്യം ഒരുമിച്ച് വന്നാൽ, ഈ രണ്ട് വികാരങ്ങൾ, ഈ രണ്ട് ചിന്തകൾ ഒരു മനുഷ്യന്റെ കൽബിൽ ഒരുമിച്ച് കൂടിയാൽ, ഏതൊക്കെ ചിന്ത? പ്രതീക്ഷയും ഭയവും ഒരുമിച്ച് കൂടിയാൽ, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള പേടിയും ഒരാളുടെ മരണത്തിന്റെ സമയത്ത് അയാളുടെ കൽബിൽ ഒരുമിച്ച് കൂടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ പ്രതീക്ഷിച്ചത് അല്ലാഹു അയാൾക്ക് നൽകുന്നതാണ്. ആ മനുഷ്യൻ ഭയക്കുന്നതിൽ നിന്ന് അല്ലാഹു അയാളെ സംരക്ഷിക്കുമെന്നാണ്. പക്ഷേ ദുനിയാവിനോട് ഹുബ്ബ് വെച്ചൊരു മനുഷ്യൻ, ദുനിയാവിനെ മാത്രം മുന്നിൽ കണ്ട് ജീവിച്ചൊരു മനുഷ്യന്റെ ജീവിതം മരണത്തിന്റെ സമയം എങ്ങനെ ആയിരിക്കും അറിയോ സഹോദരങ്ങളെ? അയാൾക്ക് അയാളുടെ സമ്പത്തിനെ കുറിച്ച് ഒരു ഓർക്കുക, മക്കൾ എന്താകുന്നുള്ള പേടിയിലായിരിക്കും മരിക്കുക. അയാളുടെ ഇനിയുള്ള കാലത്തിന്റെ മക്കളുടെ ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചിട്ട് മരിക്കുന്നവരുണ്ട്. അത്രയും ഈമാനും തെഖ്വയും ഒക്കെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല ബോധം നമ്മുടെ കൽബിൽ സദാസമയവും ഉണ്ടാവണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റബ്ബിനോട് നിരന്തരമായി സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 3 പ്രാവശ്യം ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവന് വേണ്ടി സ്വർഗം സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? ആ സ്വർഗത്തിന് വേണ്ടി നിരന്തരം അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പോലും നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചത്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ, നീ എനിക്ക് രാജാധിപത്യം നൽകി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, അതേ, ആളുകൾ കാണുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയാനുള്ള കഴിവും നീ എനിക്ക് നൽകി, ഇൽമ് നീ എനിക്ക് നൽകി. എന്നാൽ ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ രക്ഷിതാവായ റബ്ബേ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, നീയാണ് റബ്ബേ എന്റെ സംരക്ഷകൻ ഇഹലോകത്തും പരലോകത്തും. എന്നിട്ട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിമാ, പടച്ചോനെ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം നാളെ സ്വർഗ്ഗത്തിൽ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ദുആയൊക്കെ ആയുധമായി സ്വീകരിക്കാൻ, അതെ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ. നോക്കൂ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ കൽബിനെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അതെ, ഫാസിഖായി പോകുന്നവർ, ഫാജിറായി പോകുന്നവർ, ഭൂമിയിൽ കാഫിറായി പോകുന്നവർ, നോക്കൂ നിങ്ങൾ, മുനാഫിക്കുകളായി പോകുന്ന എത്ര മനുഷ്യരുണ്ട്. അവിടെ നിന്നൊക്കെ മാറിയിട്ട് മുസ്ലിമായി തന്നെ ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും വേണ്ടി അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഈ ഒരു മരണചിന്ത എല്ലാ രംഗങ്ങളിലും കൽബിൽ നിലനിൽക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ജീവിത ക്രമമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം നാം ക്രമീകരിക്കേണ്ടത്, നാം ഒരുക്കേണ്ടത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പത്ത് ധാരാളം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഈ പള്ളിയിൽ ഒരു വലിയ സംരംഭത്തിനു വേണ്ടിയുള്ള ഒരു കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വഴിക്കടവ് പ്രദേശത്ത്, അവിടുന്ന് ഉള്ളിലേക്ക് പോയാൽ മാമാങ്കര എന്ന് പറയുന്ന പ്രദേശത്ത്, അവിടെയുള്ള ആളുകൾക്ക് നമസ്കരിക്കാനും അവർക്ക് മക്കളെ പഠിപ്പിക്കാനൊക്കെ വേണ്ടി
മദ്രസ സംവിധാനവും ഒരു പള്ളിയും ഒക്കെ ഒരുക്കുന്ന ഒരു മനോഹരമായ ഒരു സ്ഥാപനം അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊരു ഖബർസ്ഥാന കൂടി ലക്ഷ്യം വെച്ച് 1 ഏക്കർ 21 സെന്റ് സ്ഥലം അവരെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി അവർ ഓടി നടക്കുകയാണ്. ഈ ഒരു 40 ലക്ഷം കൂടി അവർക്ക് ആവശ്യമുണ്ട്. അതുകൂടിയായാൽ അവരുടെ ഭാഗം പൂർത്തിയാകും. അപ്പൊ നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചെറുതും വലുതുമായ വിഹിതങ്ങൾ അവരെ നന്നായിട്ടൊന്ന് സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ് ആഖിറത്തിലേക്ക് നമുക്ക് മുതൽക്കൂട്ടാണ്. അവിടെ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിന്റെ അതേ പ്രതിഫലം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ മുറിയാതെ കിട്ടും. അതുകൊണ്ട് മനസ്സറിഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും 1 ഉറുപ്യ പോലും ഏത് കാര്യത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി നമ്മൾ 1 രൂപ ചെലവാക്കുകയാണെങ്കിൽ പോലും മനസ്സ് പിറുപിറുക്കാതെ സഹോദരങ്ങളെ പൈസ കൊടുക്കാൻ നമുക്ക് കഴിയണം. മനസ്സിന്റെ ഉള്ളിൽ പിരിവോണ്ട് കുടുങ്ങി എന്ന നിലക്കാണ് ഒരാൾ കൊടുക്കുന്നതിൽ കൊടുക്കണ്ട എനിക്ക് പറയാനേ. കാരണം തരോ ആ കൊടുക്കലോണ്ടൊരു കാര്യമില്ല, ഒരു പ്രയോജനവും അതുകൊണ്ടില്ല. അതുകൊണ്ട് കൊടുക്കുമ്പോ പടച്ചോനെ ഞാൻ കൊടുക്കുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹ് ആഖിറത്തിൽ എനിക്ക് തരണം പടച്ചോനെ ഇതിന്റെ പ്രതിഫലം എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് തഖബ്ബൽ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ച് റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ പണം എടുത്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങൾ അത് എവിടെ ഉണ്ടാവും? ആഖിറത്തിൽ ഉണ്ടാവും. ഉറിയാത്ത നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. അതാണ് സ്വതക്ക, അതാണ് ജാരിയായ സ്വതക്ക. ആ രൂപത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പ്രവർത്തകന്മാർ ഇന്ന് പുറത്തുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാര്യമായി ഇടപെടണമെന്ന് ഓർമ്മപ്പെടുത്തണം. റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും അള്ളാന്റെ ദീനിനെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അതിന് പറ്റുന്ന നല്ല കൽബ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി തന്നെ മരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.